എടാ പോപ്പട്ടെ, അകത്ത് കയറിയിട്ട് സമയം കുറെ ആയല്ലോ, ഞങ്ങൾക്കും കുളിക്കണം. നിക്ക്, അല്പസമയത്തിനുള്ളിൽ ഞാൻ ഇറങ്ങും. ഞങ്ങളുടെ 3-2 അതിനു മുമ്പ് പുറത്തിറങ്ങിലും കണ്ടല്ലോ. ഇല്ലെങ്കിൽ എന്താ? നീ ഇറങ്ങില്ല എന്നുണ്ടെങ്കിൽ നീ ഇറങ്ങുന്നവരെ എണ്ണിക്കൊണ്ടേ ഇരിക്കും ഞാൻ, അല്ലേ കൊച്ചളിയാ? ആ, ഇനി കുറച്ച് ഷാമ്പു ആവാം. അല്ല, ഷാമ്പു ഇതെവിടെ പോയി? ആ, എന്നാ പിന്നെ ആദ്യം സോപ്പ് അങ്ങ് തേച്ചേക്കാം. അയ്യോ, എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നാണല്ലോ. അകത്തിരുന്ന ഷാമ്പു സോപ്പും ഒക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഞാൻ കേറിയ സമയത്ത് എല്ലാം അവിടെ ഉണ്ടായിരുന്നതാ. 1 മണിക്കൂർ കിടന്ന് കുളിച്ചിട്ട് ഇപ്പൊ പറയുന്ന ഒന്നും കാണുന്നില്ലെന്ന്. നീ ആള് വലിയ ഭയങ്കരനാണല്ലോ. അല്ലടാ, ഞാൻ സത്യമാ പറയുന്നത്. ഒരൊറ്റ എണ്ണം പോലും അവിടെ കാണുന്നില്ല. കാണാതായതല്ല, നീ അത് തീർത്തതായിരിക്കും. എപ്പോ? ഇനി അതിന്റെ പേരിൽ തർക്കമൊന്നും വേണ്ട, കടയിൽ വിളിച്ചു പറഞ്ഞാൽ മതി, അവർ കൊണ്ട് തന്നേക്കും. ആ ഹലോ അങ്കിൾ, ഞങ്ങക്ക് സോപ്പും ഷാമ്പുവും വേണമല്ലോ. എന്താ ഒന്നും ബാക്കിയില്ലെന്നോ? എല്ലാം കാണാതായെന്നോ? കടയിലെ സാധനങ്ങൾ മുഴുവൻ കാണാതായി. കാണാതായെന്നോ? ഇതിലെന്തോ പന്തി കേടുണ്ടല്ലോ. ഓഹോ, ഓഹോ, ഓഹോ. ഇന്ന് റേഡിയോയിൽ കുറച്ച് ന്യൂസ് കേൾക്കാം. കുറച്ച് സോപ്പും ബാക്കി ഷാമ്പു ആക്കാം. അടികൈ. ഹലോ, എന്റെ 1.5 കിലോയുടെ ഷാമ്പു എവിടെയാ പോയത്? അല്ല ഇതെന്താ, ഇതുവരെ ഉപയോഗിക്കാത്ത സോപ്പ് എങ്ങനെയാ തീർന്നത്? ഓഹോ, ഇങ്ങനെ വൃത്തിയില്ലാത്തവരിടത്ത് വൃത്തികേടായി ജീവിക്കാൻ എന്താ എനിക്കൊരു ഉൾതൃപ്തി. ഓഹോ, നമ്മളുടെ ജീവിതം ചെളിയിലാണ്, കൂടാതെ നമ്മൾ പന്നികളാണ്. നമ്മൾ എത്രത്തോളം വൃത്തികേടായി നടക്കുന്നു അത്രയും വൃത്തിയായി നടക്കാൻ നമ്മൾ ആരെയും സമ്മതിക്കില്ല. ഇനി ഈ നഗരം പതിയെ വൃത്തിഹീനമായി മാറിത്തുടങ്ങും. അത് കൊള്ളാം ഗുരു. അപ്പൊ നീ ജി എപ്പോ പറയും? അതാരെങ്കിലും എഫ് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ പറയാം. എനിക്ക് മനസ്സിലായില്ല. എഫിന് ശേഷമല്ലേ സാധാരണ ജി വരാറ്? എ ബി സി ഡി ഇ എഫ് ജി. അത് മാത്രമല്ല നിങ്ങളെന്നല്ലടാ അങ്ങേ. ആഹാ, നിങ്ങളെന്നെ അങ്ങന്ന് പറഞ്ഞോണ്ട് ഇത്രയും ബഹുമാനം തരേണ്ട ആവശ്യമുണ്ടോ ഗുരു? എടാ, ഞാൻ പറഞ്ഞത് നിങ്ങളെന്ന് നീ എന്നെ വിളിക്കുന്നതിന് പകരം അങ്ങെന്ന് വിളിക്കാനാണ്. ഓക്കേ 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 ഓക്കേ. ഈ ലോകത്തിൽ തന്നെ ഇത്ര വൃത്തികെട്ടത് വൃത്തിഹീനമായ ഗുരുവാണങ്ങ്. 10 പൈസ വിവരം പോലും ഇല്ലാത്ത മഹാഗുരു. എന്റെ ഗുരു. മതി 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 മതി, ബഹുമാനം വളരെ അങ്ങ് കൂടിപ്പോയി. ഇതിലും വലിയ പ്രശംസ എനിക്ക് വേറെ കിട്ടാനേ ഇല്ല. തൃപ്തിയായി ശിഷ്യ, തൃപ്തിയായി. മറ്റുള്ളവരും നമ്മളെപ്പോലെ തന്നെ ആവണം. സോപ്പ്, ഷാമ്പു, സൺസ്ക്രീമോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ലോകം നമ്മളെ നോക്കി കണ്ടത് അറപ്പോടെയല്ലേ? അപ്പോ ഇനി അവരെ തന്നെ അറപ്പോടെ നോക്കണം. അതെ, നമ്മൾ ഈ ലോകത്തെ മാറ്റിമറിക്കും. നഗരം മുഴുവൻ വേസ്റ്റ് കൊണ്ട് കടലാക്കി മാറ്റും. സന്തോഷമായില്ലേ ഗുരുവേ? ബേഷ്, ഭലേ ബേഷ്. എങ്കിൽ നമുക്ക് ആ കടൽക്കരയിൽ ഒരു കുടിൽ കെട്ടി താമസിക്കാം ശിഷ്യ. ഗുരുവിന് ലെവലേശം പോലും ബുദ്ധിയില്ലെന്ന് പറയുന്നത് ഇതാണ്. ഞാൻ കടലെന്ന് ഉദ്ദേശിച്ചത് ഒരു ഉപമയ്ക്ക് പറഞ്ഞതാണ്, അല്ലാതെ ശരിക്കുമുള്ള കടലിന്റെ കാര്യമല്ല. ഞാനാണെങ്കിൽ അത് വല്ലാതെ ആഗ്രഹിച്ചും പോയി. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങയോട് പറഞ്ഞിട്ടേ. ആഹാ, കൊള്ളാലോ. തുടക്കം തന്നെ അങ്ങന്നാണ്. നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എവിടെയാണ് നിങ്ങൾ പറഞ്ഞ ഗ്യാഗ്? ഞങ്ങളിതാ ഇവിടെ ഉണ്ട്. ഒന്നും രണ്ടാണ്. നിങ്ങൾ സത്യത്തിൽ ഞങ്ങളെ പറ്റിച്ചതാണ്. നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. മോനെ, നീ നന്നായിട്ട് ഹോംവർക്ക് ചെയ്യുന്നുണ്ടല്ലോ. നാളെ എക്സാമിനുള്ളതെല്ലാം പഠിച്ചു കഴിഞ്ഞോ? 1000 divided by 3 multiplied by 7 4 united minus equal to. ആഹാ, ഇവൻ എക്സാമിന് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ? മിടുക്കൻ. പിടിക്കോ മാരെ. കൊള്ളാലോ കാക്കേ, ഇന്ന് നീ വളരെ താഴെയാണല്ലോ പറക്കുന്നത്. എടാ മരക്കഴുതേ, ഞാൻ താഴേക്കല്ല, നീ മുകളിലോട്ടാ വന്നിരിക്കുന്നത്. നോക്ക്.
അല്ല പോപ്പട്ടെ ഇവിടെ നീ എന്താ അന്വേഷിക്കുന്നത്? സൺസ്ക്രീമിന്റെ ട്യൂബ് എവിടെ വെച്ചിരിക്കുന്നേ? ഞാനും അത് തന്നെയാണ് അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. രാവിലെ ഇത്ര പെട്ടെന്ന് വെയിൽ വരുമെന്ന് ഞാൻ കരുതിയേയില്ല. അതെവിടെയായിരിക്കും വെച്ചിരിക്കുക? മിക്കവാറും ഷോക്കേസിൽ കാണണം. സൺസ്ക്രീൻ കിട്ടി. ഇട്ടിട്ട് എനിക്ക് തന്നേക്ക്. എനിക്കും അത് ഇടണം. ആ? എടാ എന്താ ഇത് തീർന്നു പോയല്ലോ. സാരമില്ല, നമുക്ക് ശ്രമിച്ചു നോക്കാം. അല്പമെങ്കിലും അതിൽ നിന്നും കിട്ടാതിരിക്കില്ല. ആ? ഓ, എടാ എന്താ ഇത്? അവസാനം പുറത്തു വന്നു. കൊച്ചളിയ, നീ എന്തിനെങ്ങനെ ചൂടാവുന്നേ? നിനക്കുള്ളത് ഇതാ മുഖത്ത് തന്നെ ഇരിപ്പുണ്ട്. ആ ഡ്രോയിൽ പുതിയ ഒരെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് എടുക്കായിരുന്നില്ലേ? ഞാൻ ഇന്നലെ വാങ്ങി വെച്ചതാ. കൊച്ചളിയ, നീ ചെറിയൊരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ കള്ളം പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അളിയ. എന്താ, എന്ത് പറ്റി? കാര്യം പറ. ഈ ട്യൂബിൽ ഒന്നുമില്ല. എന്നാലും അത് എവിടെ പോയി? ഞാൻ ഇന്നലെ വാങ്ങി വെച്ചതല്ലേ. അതൊന്നും അത്ര കാര്യമാക്കണ്ട, നമുക്ക് വേറെ മേടിക്കാന്നേ. ഇന്ന് അല്പം വെയിൽ കൂടുതലാ, അതുകൊണ്ട് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നേ. ആ പോപ്പട്ടി ഇതൊരു ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. നമ്മളുടെ കണ്ണുവെട്ടിച്ച് എങ്ങോട്ട് പോവാനാ? എവിടുന്നാണോ മണം വരുന്നത്, ഞങ്ങൾ അവിടെ തന്നെ കറക്റ്റ് ആയിട്ട് എത്തിയിരിക്കും. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. എനിക്ക് നല്ല ഉറപ്പുണ്ട് അവന്മാർ ഇവിടെ എത്തും. ആ സ്മെല്ല് വരുന്നത് ഇവിടെ നിന്നാണ്. സോപ്പ് മിക്കവാറും ഇവിടെ അടുത്ത് എവിടെയെങ്കിലും തന്നെ കാണണം. ഇത് അവന്മാർ തന്നെയാ. ഞാൻ പറഞ്ഞില്ലേ, സോപ്പിന്റെ മണം പിടിച്ച അവന്മാർ ഇവിടെ എത്തുമെന്ന്. കൂട്ടുകാരെ വേഗം വാ. ഇതായിരിക്കുന്നു സോപ്പ്. നോക്ക്, നീ ആരാണെങ്കിലും എല്ലാവരുടെ സോപ്പ് തിരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നല്ല വിവരം അറിയും. ശിഷ്യ, നമ്മളോട് യുവമാരുടെ കളി. ഹലോ ഫ്രണ്ട്. എന്റെ ദൈവമേ, ഒരു കഴുത എന്ന് രക്ഷിക്കാൻ മറ്റൊരു കഴുത വന്നു. അളിയ കഴുതേശ്വര, സുഖം തന്നെ നിനക്ക്? അയ്യോ, ഇങ്ങനെ വിഷ് ചെയ്യാൻ മാത്രം ഇന്നെന്റെ ബർത്ത്ഡേ ഒന്നും അല്ല. എനിക്ക് സുഖമാണ്. തനിക്ക് ബർത്ത്ഡേ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ പിന്നെ താനിങ്ങനെ ജനിച്ചത്? അപ്പൊ താൻ ജനിച്ചിട്ടേ ഇല്ലേ? എടാ, ഇവൻ സംസാരിക്കുന്ന സ്റ്റൈൽ ഇങ്ങനെയാണ്. നീ കുറച്ചു നേരത്തേക്ക് ഒന്ന് മിണ്ടാതിരിക്കുക ഹണി. ഇവിടെ ആവശ്യത്തിന് ഇപ്പൊ 2 കഴുതകളുണ്ട്. സംശയമുണ്ടോ? എടാ, നിന്നോട് ഫോൺ വിളിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞില്ലേ? അയ്യോ, അല്ലല്ല, ഇന്നെന്റെ ബർത്ത്ഡേ അല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് ഓർമ്മയുണ്ട്. നിനക്ക് വേണ്ടി ഞങ്ങൾ ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമുക്ക് പോയാലോ? ഞാൻ നിങ്ങളോട് മര്യാദക്കല്ലേ പറഞ്ഞത് ഇന്നെന്റെ ബർത്ത്ഡേ അല്ലെന്ന്. വാ, പോവാം. അവൻ പറയുന്നതേ അവൻ ശരിക്കുള്ള കഴുതയാണെന്നാ. നീ ആണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കഴുതയും. അല്ല, അതിന് അവനെപ്പോഴെങ്ങനെ പറഞ്ഞത്? നീയും ഒരു കഴുതയല്ലേ, അതുകൊണ്ട് നിനക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഒരു കഴുത പറയുന്ന കാര്യം മറ്റൊരു കഴുതയ്ക്ക് കേൾക്കണമെന്നില്ല. നീ ഒന്ന് മിണ്ടാതിരിക്കേ. നിങ്ങളിൽ ഒറിജിനൽ കഴുത ആരാണെന്നും ഡ്യൂപ്ലിക്കേറ്റ് കഴുത ആരാണെന്നും അറിയാൻ ഒരു കോമ്പറ്റീഷൻ വെക്കുന്നുണ്ട്. ജയിക്കുന്നവനെ കഴുതയായി അംഗീകരിക്കാം. ആദ്യമായി ഓട്ട മത്സരമാണ്. നിങ്ങൾ ആരാണോ സ്പീഡിൽ ഓടുന്നത് അയാൾ ചീറ്റപ്പുലിയായിരിക്കും. അപ്പോ റെഡിയല്ലേ ചീറ്റെ? അപ്പോൾ നിങ്ങൾ റെഡിയാണോ? അതെ അതെ, ഞാൻ റെഡിയാണ്. അയ്യോ, അല്ല അല്ല, ഇന്നെന്റെ ബർത്ത്ഡേ അല്ല. റെഡിയാണ്. റെഡി, സ്റ്റഡി, ഗോ. അയ്യോ, ചീറ്റപ്പുലി, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. എടാ, നീ ചീറ്റയേക്കാൾ വേഗത്തിൽ എങ്ങനെയാ ഓടിയേ? എടാ, ചീറ്റപ്പുലി എന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ചീറ്റപ്പുലിയെ കണ്ട ആരായാലും ഓടില്ലേ? ആഹാ, അടിപൊളി. ഈ കഴുത പറഞ്ഞത് കറക്റ്റ് ആണ്. ഒന്നുകൂടി ഒന്ന് പറഞ്ഞത്. അയ്യോ അയ്യോ, എത്ര പ്രാവശ്യം പറയണം ഇന്നെന്റെ ബർത്ത്ഡേ അല്ലെന്ന്. ഇനി ഞാൻ പറയില്ല. ഇതാ കണ്ടില്ലേ, ഈ കഴുത എന്നെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. അതായത് നീ ഏറ്റവും അപകടകാരിയായ ചീറ്റപ്പുലിയാണ്. എന്റെ ദൈവമേ, എനിക്കും ഇപ്പൊ സത്യത്തിൽ തോന്നി തുടങ്ങുന്നുള്ളൂ. ഞാൻ കഴുതയല്ല. പറയൂ, കഴുത അല്ലെങ്കിൽ പിന്നെ ആരാ?
വരൂ നമുക്ക് എല്ലാവർക്കും കൂടി ഇനി അടുത്ത റൗണ്ടിലേക്ക് പോകാം. ഹണി, അവൻ ചീറ്റപ്പുലിയാണെന്ന് അവൻ പറയാൻ പോവുമായിരുന്നു. നീ എന്തിനാ ഇടയ്ക്ക് കയറി പറഞ്ഞേ? ഞാൻ വേണമെങ്കിൽ പറയാലോ. അയ്യോ നിന്നോടല്ല, വിട്ടേക്ക്, നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത കോമ്പറ്റീഷൻ ആണ് അലറൽ കോമ്പറ്റീഷൻ. ആർക്കാണോ ഏറ്റവും നന്നായിട്ട് അലറാൻ കഴിയുന്നത് അയാളായിരിക്കും ഏറ്റവും നല്ല ചീറ്റപ്പുലി. കഴുതേശ്വര, അത് നീ അലറ്. ഡാച്ചു. അയ്യോ അല്ല അല്ല, ഇന്ന് എന്റെ ബർത്ത്ഡേ അല്ല, ഞാൻ അലറില്ല. ഇതാ കണ്ടില്ലേ, ഇവന് അലറാൻ അറിയില്ല. അതായത് ഇവൻ ചീറ്റപ്പുലിയല്ല, കഴുതയാണ്. ചീറ്റേ, ഇനി നിന്റെ ഊഴമാണ്. എന്റെ ദൈവമേ, എനിക്കിപ്പോ ശരിക്കും തോന്നി തുടങ്ങുന്നുണ്ട് ഞാൻ കഴുതല്ല. എന്നാൽ നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോയാലോ? ഹണി, അവൻ മര്യാദക്ക് പറയാൻ പോയതാ, അവൻ ചീറ്റയാണ്. ഹണി, നീ മിക്കവാറും മേടിക്കും. എന്റെ അമ്മച്ചി, സോറി. അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് സാധനങ്ങൾ ചുമക്കുന്ന റൗണ്ടാണ്. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ആരാണോ ചുമക്കുന്നത് അയാളായിരിക്കും കഴുത. എന്റെ അമ്മച്ചിയേ. ഡാച്ചു, ഡാച്ചു. അതെ, ഈ സാധനങ്ങളൊക്കെ എങ്ങോട്ടാ കൊണ്ടുപോണ്ടേ? എന്താ, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അയ്യോ അല്ല, ഇന്നെന്റെ ബർത്ത്ഡേ അല്ലെന്നല്ലേ പറഞ്ഞത്. എന്റെ ദൈവമേ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. കൊച്ചളിയ, കളിയിൽ ശ്രദ്ധിക്കാൻ നോക്ക്. നമ്മുടെ പുറകില് ആരും ഉള്ളത് പോലെ എനിക്ക് തോന്നി. അത് നിന്റെ വാല് തന്നെ ആയിരിക്കും. നീ ഗെയിം കളിക്കാൻ നോക്ക്. ബാലോ, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. എന്താ, എന്ത് പറ്റി ജോർദാറെ? ആരോ എന്നെ തൊട്ടായിരുന്നു. നിന്റെ വാല് തന്നെ വളഞ്ഞു വന്ന് നിന്നെ തൊട്ടതാവാനാണ് സാധ്യത. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതാ, അവിടെ എങ്ങും ആരും ഇല്ല. ഇങ്ങനെ പേടിച്ചു കഴിഞ്ഞാ മാർക്കറ്റിലുള്ള എന്റെ സൽപ്പേര് മൊത്തം അങ്ങ് പോവും. ഹണിയുടെ കൂട്ടുകാരന്മാരായിട്ട് പോലും ലോക പേടിത്തൊണ്ടന്മാരാണെന്നേ നാട്ടുകാർ പറയുള്ളൂ. മനസ്സിലായി? എന്റെ അടുത്ത് ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരികയില്ല. ഇല്ല, ഒന്നുമില്ല. ഉണ്ടായിരുന്ന സോപ്പുകളെല്ലാം കാണാതായി. ബാത്റൂമിലുള്ളത് എല്ലാം കാണാതായി. ഇനിയിപ്പോ എന്താണ് ചെയ്യുക? വാ, നമുക്ക് അന്വേഷിക്കാം. മിക്ക കടകളും കാര്യം, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി നോക്കാം. ആ കൊച്ചളിയെ കാറും നിർത്തിക്കേ. എന്തു പറ്റി? ആരെങ്കിലും കണ്ടോ നീയേ? അല്ല, ഞാൻ ആകെ വൃത്തിയേടായിട്ടിരിക്കുക. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാവേ. അല്ല, നിങ്ങളെന്താ എനിക്ക് സെക്യൂരിറ്റി ആയിട്ട് വന്നാണോ? നിന്റെ കയ്യിൽ സോപ്പ് ഉണ്ടെന്ന് എന്താ പറയാ ഞാൻ? അതിന് എന്റെ കയ്യിൽ എവിടെയാ സോപ്പ് ഇരിക്കുന്നത്? അപ്പൊ പിന്നെ ഇത് എന്തുവാടാ? ഇത് സാധാരണ സോപ്പല്ല, പേപ്പർ സോപ്പാണ്. നമ്മളാണെങ്കിൽ ഒറിജിനൽ സോപ്പല്ല അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. വാതിൽ തുറന്നു കിടക്കുമായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഹായ് തരാമെന്ന് വിചാരിച്ചു. ഓടിക്കോ. ഓടിക്കോ, വീടിന്റെ പുറത്തേക്ക് വേഗം ഓട്. ചീറ്റപ്പുലിയെ നമുക്ക് വീടിനകത്ത് പൂട്ടിയിടാം. രക്ഷപ്പെട്ടു. അല്ല, നമ്മുടെ പോപ്പട്ട് എവിടെ? പേടിക്കേണ്ട കൊച്ചളിയ, അവൻ തൈര് വാങ്ങിക്കാൻ മാർക്കറ്റിൽ പോയിരിക്കുക. Thank God. പക്ഷേ അവൻ തിരിച്ചെത്തിയത് കുറച്ചേരം മുമ്പാ. എന്താ? വന്ന പാടെ ഭയങ്കര ക്ഷീണമായിരുന്നു. അതുകൊണ്ട് ബെഡ്റൂമിൽ പോയി നല്ല ഉറക്കത്തില്ല. ആ ചീറ്റപ്പുലി പോപ്പറ്റിനെ എന്ത് ചെയ്യും ദൈവത്തിന് മാത്രമേ അറിയാവൂ. അതിന് ചീറ്റപ്പുലിക്ക് അറിയില്ലല്ലോ പോപ്പട്ട് എവിടെയാ കിടന്ന് ഉറങ്ങുന്നതെന്ന്. വീട്ടിൽ വീട്ടിൽ തന്നെ കഴുതേ, പോപ്പട്ടിനെ അവൻ എങ്ങനെ കണ്ടുപിടിക്കും? അയ്യോ, അതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ല. പോപ്പട്ടിനെ ഇനി എങ്ങനെ രക്ഷപ്പെടുത്തിയേ പറ്റൂ? വാ, സമയം ഒട്ടുമില്ല. വാ, ഈ ജനൽ ജാമായിട്ടിരിക്കുക. വാ, നമുക്ക് അവിടെ പോയി ട്രൈ ചെയ്യാം. ഈ പൈപ്പ് കൂടെ കയറിയ നേരെ ബെഡ്റൂമിൽ ചെല്ലാൻ പറ്റും. നമസ്കാരം.
അമ്മ നമ്മുടെ പുറകിൽ തന്നെ ഉണ്ട്. ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. സോർദാറെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അത് ശരി, അവന്മാര് വീണ്ടും വന്നോ? വേഗം ലെഫ്റ്റിലേക്ക് തിരിക്കേ. ബണ്ണി ദേ അവര് ലെഫ്റ്റിലോട്ട് പോയി. നോക്കൂ കൂട്ടുകാരെ, യുവമാരെ നമ്മുടെ നഗരം വൃത്തികേടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് യുവമാർക്ക് ശിക്ഷ കൊടുക്കണം. ആ ശിക്ഷ യുവമാർക്ക് വൃത്തി എന്തെന്ന് പഠിപ്പിക്കുന്നതായിരിക്കണം. നമുക്ക് തുടങ്ങാം കൂട്ടുകാരെ. അയ്യോ അയ്യോ വേണ്ട, അയ്യോ വേണ്ട, അയ്യോ വേണ്ട. കൂട്ടുകാരെ വാ, നമുക്ക് വീടും വീട്ടുകാരും കളിക്കാം. നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരണം. ഞാൻ നിങ്ങൾക്ക് നല്ല ഡിന്നർ തരാം. അല്ലെങ്കിലും പുറത്ത് ഭയങ്കര ചൂടാ. വീട്ടിൽ തന്നെ നിൽക്കണമെങ്കിലേ മിക്കവാറും എന്തെങ്കിലും ഇൻഡോർ ഗെയിം തന്നെ കളിക്കേണ്ടി വരും. സംശയമുണ്ടോ? ശരി. ഹലോ ഹണി. നിങ്ങൾ ആദ്യം കൊളമ്പിൽ അടിച്ചാലേ വാതിൽ തുറക്കാൻ പറ്റൂ. ടക് 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 ടക്. ഡോർബെൽ ഉള്ളപ്പോ എന്തിനാ നിങ്ങൾ വെറുതെ തട്ടുന്നത്? ഓ, അതങ്ങ് മറന്നുപോയി. ടിങ് ടോങ് ടിങ് ടോങ്. ടിങ് ടോങ് അല്ല, ജി ജി. ഈ ടൈപ്പിലുള്ള ഡോർബെല്ല എന്റെ വീട്ടിൽ വെച്ചിരിക്കുന്നത്. ഓക്കേ. ഇനി എന്തിനാ നിങ്ങൾ കോളമ്പിൽ അടിക്കുന്നത്? വാതിൽ ഓൾറെഡി തുറന്നു കിടക്കല്ലേ. നീ എന്തിനാണ് കടിച്ചത്? അയ്യത് ഞാനല്ല, വീട്ടിലെ പട്ടിയാ കടിച്ചത്. ഇതിപ്പോ ഈ പട്ടി എവിടുന്നാ വന്നത്? ഞാൻ ഈ വീടിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിട്ട് ഒരു പട്ടിയെ വളർത്തുന്നുണ്ട്. അയ്യോ അതെ, കൊതുക്. നിന്റെ കവളത്തതാ വലിയൊരു കൊതുക്. എന്റെ അമ്മച്ചി. അതിന് ഞാനിവിടെ കൊതുകിനൊന്നും കാണുന്നില്ലല്ലോ. ഞങ്ങൾക്ക് ഈ വീട്ടിലെ പട്ടിയെ കാണാൻ പറ്റാത്തതുപോലെ നിന്റെ കവളത്തെ കൊതുകിനെ നീ എങ്ങനെ കാണും? നിന്റെ പുറത്തും കുറെ കൊതുകുണ്ട്. ശരിയാ, കുറെ കൊതുകുണ്ടല്ലോ. എന്റെ പേര് കാജാവാജ കാക്കു. ഇങ്കി പിങ്കി പോങ്കി. ഗുലാബി എന്താണ്? പരിപ്പിരപ്പ് കഴിക്കുന്നപ്പോൾ ചോറ്, 5 ശേഷം വരുന്നു 6. ഓവർക്കിയാണോ? വെരി നൈസ്. ട്രൂ. ഹെഡിന് താഴെ സ്റ്റൊമക്, സ്റ്റൊമക്കിന് താഴെ തൈസ്. എല്ലാവരും അടുത്തേക്ക് വരൂ ഗൈസ്. ഞാൻ നിങ്ങൾക്ക് നർമ്മ വരുന്നൊരു കാര്യം പറയാനായിട്ടാണ് വന്നത്. നിങ്ങളുടെ ഒരു അഭ്യുദയകാംക്ഷിയാണ്. നീ എന്നെ കൊലക്ക് കൊടുക്കോ? ഞാൻ ഏതായാലും കാര്യത്തിലേക്ക് കടക്കാം. ആരുടെ വീട്ടിൽ ചെന്നാലും അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ബിവെയർ ഓഫ് ഡോഗ്. അതിനർത്ഥം എല്ലാവരും ഡോഗ്സിനെ മാത്രമേ പേടിക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മളെ ആരും പേടിക്കില്ല. നമ്മളെന്താ പമ്പര വീട്ടുകളാണോ? ഇനി നഗരവാസികളെ എല്ലാവരെയും നമ്മൾ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ബിവെയർ ഓഫ് ഡോഗ് എന്നതിനെ മാറ്റി ബിവെയർ ഓഫ് ക്യാറ്റ്സ് എന്നാക്കണം. ഡോഗ്സിനെ നമ്മൾ പുറത്താക്കണം. നമ്മളെ എല്ലാവരും പേടിക്കണം. നമ്മുടെ ഈ പ്ലാൻ തീർച്ചയായും സക്സസ്ഫുൾ ആകും. അത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ കുട്ടിയായിരുന്നപ്പോ അമ്മ അച്ഛനോട് ചോദിച്ചു എനിക്ക് എന്ത് പേര് വേണമെന്ന്. അച്ഛൻ ആ സമയത്ത് ഉറങ്ങുകയായിരുന്നു. കൂർക്കം വലിച്ചത് കൊണ്ട് എനിക്ക് ആ പേര് തന്നെ ഇട്ടു. അതാണ് അതെന്താ ഈ കറന്നിട്ടത്? അത് മിഡിൽ നെയിം ആണോ അതോ സർ നെയിം ആണോ? വലിയ വായം നടക്ക്. അല്ല, തനിക്ക് എന്താ ഇവിടെ കാര്യം? എന്റെ പൂച്ച സഹോദരന്മാരെ ഇങ്ങോട്ട് വരൂ. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ജനങ്ങളെ ഒരുപാട് ശല്യം ചെയ്യും. അതിലൂടെ എല്ലായിടത്തും ബിവെയർ ഓഫ് ക്യാറ്റ്സ് എന്ന് വരും. നിങ്ങൾ പൂച്ചകൾ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കൂ. മേല ഇതും പറഞ്ഞുകൊണ്ട് വരണ്ട. ഞങ്ങൾ നിന്നോടൊപ്പം ചേരില്ല. നീ ചെയ്തത് വളരെ വലിയൊരു തെറ്റാണ്.
വീടുകളിൽ പാകുന്നുണ്ട് ടൈൽസ് അനുസരിച്ചില്ല എന്റെ അഡ്വൈസ്. ഇവരുടെ വീട് അലങ്കോലമാക്കൂ ഗൈസ്. എന്താ ഇത്? പോപ്പട്ടെ. എടാ പേടിക്കണ്ട, ഇത് നല്ല ചീറ്റപ്പുലിയാ. ഞാൻ ഉറങ്ങുമായിരുന്നു, ഇവൻ വന്നേ എന്റെ കാല് തിരുമ്മി തന്നു, തല മസാജ് ചെയ്തു. എണ്ണത്തൊണ്ടിയുടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഉഴിച്ചിലും പിഴിച്ചിലും ഇടിക്കലും വലിക്കലും എല്ലാ കാര്യങ്ങളും നടന്നു. നീ ഒരു ഫൂളാണ്. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത്? നുണ പറയുന്നത് എന്തിനാ? ഞാൻ ചീറ്റപ്പുലിയല്ല, കഴുതയാണ്. എന്റെ അമ്മച്ചി, ചീറ്റപ്പുലിയുടെ മുഖമുള്ള കഴുതയോ? എന്റെ ദൈവമേ, ഞാൻ ചീറ്റപ്പുലിയല്ല കഴുതയാണെന്ന് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും നിങ്ങളെ? അതെ, നീ കഴുതയല്ല, ചീറ്റപ്പുലിയാണ്. ഞാൻ കഴുതയാണ്. ചീറ്റപ്പുലിയാണ്. ചീറ്റപ്പുലിയാണ്. കഴുതയാണ്. ചീറ്റപ്പുലിയാണ്. ദാ കണ്ടോ, ഇപ്പൊ സമ്മതിച്ചില്ലേ? അത് പിന്നെ അബദ്ധത്തിൽ പറഞ്ഞതാ. കള്ളം പറയുന്നോ? ഞാൻ കഴുത തന്നെയാ. ശരി, എന്നാ ഇത് പറ, നീ എങ്ങനെയാണ് കഴുതിയായത്? ഞാൻ കുട്ടിക്കാലത്ത് പഠിച്ചിരുന്നത് കഴുതകൾ മാത്രം പഠിച്ചിരുന്ന സ്കൂളിലാണ്. അത് കഴുതകൾക്ക് വേണ്ടി മാത്രമുള്ള യൂണിവേഴ്സിറ്റി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെയാണ് പഠിച്ചത്. അപ്പൊ ഞാൻ കഴുതയാണെന്നതിൽ സംശയമുണ്ടോ? എന്താ കൂട്ടുകാരെ? എനിക്കെല്ലാം മനസ്സിലായി. ഈ കഴുതയ്ക്ക്, അതായത് ഈ ചീറ്റപ്പുലിക്ക് താൻ കഴുതയാണോ ചീറ്റപ്പുലിയാണോ എന്ന് സംശയമായിരിക്കുക. കാരണം കുട്ടിക്കാലം മുതൽ ഇവൻ കഴുതകളുടെ കൂടെയാണ് ചെലവഴിച്ചത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ വല്ല പൂച്ചയോ നായോ ആണെന്ന് വിചാരിക്കണം. ഐഡിയ. നമുക്ക് ഇവരെ കൊണ്ട് ചീറ്റപ്പുലി എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ ഇവരെ കൊണ്ട് ഇവിടെ വെച്ച് നമുക്ക് ചെയ്യിക്കാം. അപ്പൊ ചീറ്റപ്പുലി ഉണരും. ചീറ്റപ്പുലി നീളത്തിൽ ചാടാൻ എക്സ്പെർട്ടാണ്. ഈ ഒരു കാര്യം ചെയ്തിട്ട് മുകളിൽ കയറി ചാടിക്കോ. ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്റെ അമ്മച്ചി, ഇവന്റെ ഉള്ളിലെ പുള്ളിപ്പുലി ഉണർന്നെന്നാ എനിക്ക് തോന്നുന്നത്. ഇതിനെ ചാട്ടൊന്നല്ല, ഫൈറ്റിംഗ് എന്നാ പറയുന്നേ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എന്നോട് കള്ളം പറയുന്നു. ഇങ്ങനെയാണോ ഫൈറ്റ് ചെയ്യുന്നത്? ഇംപോസിബിൾ. സാധാരണ ഇങ്ങനെ വായിക്കുന്നത് ബാസുരി അല്ലേ? എന്റെ പൊന്നനെയാ, ബാസിരി വായിക്കുന്നത് ഇങ്ങനെയൊന്നും അല്ലാന്നേ. എടാ ചീറ്റപ്പുലി, സാധാരണ ഇങ്ങനെ ഓടുന്നത് കുതിരകളാണ്. കുതിരകൾ ഇങ്ങനെയാണോ? അവരെങ്ങനെയാണ് ഓടുന്നത് ഞാൻ കാണിച്ചു തരാം.